വാണിംഗ്, ഈ സിനിമ കണ്ട ശേഷം ലിഫ്റ്റ് കയറുമ്പോഴും മുറി അടിക്കുമ്പോഴും നിങ്ങൾ 2 വട്ടം ചിന്തിക്കും. ഫണ്ണി ഗെയിംസ്. ഒരു വീട്ടിലെത്തുന്ന 2 ചെറുപ്പക്കാർക്ക് ആ വീട്ടിലുള്ളവരിൽ നിന്ന് മാനസികമായിട്ടുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നു. ഈ സിനിമ മനസ്സ് തളരാത്തവർ മാത്രം കാണുക. കൊഹറൻസ്. ഒരു രാത്രിയിൽ സുഹൃത്തുക്കൾക്കിടയിൽ നടക്കുന്ന വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളാണ് ചിത്രം പങ്കുവയ്ക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ഉണ്ടാക്കിയ കിടിലൻ മൈൻഡ് ബ്ലെൻഡ് പടം ദ ഇൻവിറ്റേഷൻ. ഒരു പഴയ സുഹൃത്തിന്റെ അടുത്തേക്ക് ഡിന്നറിന് പോയ ഒരാൾക്ക് അവിടെ എന്തോ പന്തികേട് തോന്നുന്നു. സ്ലോ ബേൺ ത്രില്ലറുകളുടെ രാജാവാണ് ഈ പടം. എക്സാം. ഒരു ജോലിക്ക് വേണ്ടി അവസാന റൗണ്ടിൽ എത്തിയിട്ടുള്ള കുറച്ചുപേർ. ഒരു മുറി, ഒരൊറ്റ ചോദ്യം, ആ ഒരു ഉത്തരം പറഞ്ഞാൽ മാത്രമേ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പടമാണ്. ബെറീഡ്. ജീവനോടെ ശവപ്പെട്ടിയുടെ അകത്ത് കുടുങ്ങി പോകുന്ന ഒരാളുടെ അതിജീവിക്കുകയോ ഇല്ല എന്നൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. ദ ഗിഫ്റ്റ്. ഒരു പഴയ സുഹൃത്തിന് നൽകുന്ന സമ്മാനങ്ങൾ ഒരു കുടുംബം തന്നെ തകർക്കുന്നു. ഒരു 1.5 സൈക്കോളജിക്കൽ ത്രില്ലറാണ് ഈ പടം. ഗ്രീൻ റൂം. ഒരു ബാറിൽ പാട്ട് പാടാൻ പോകുന്ന ബാൻഡ് അവരവിടെ ഒരു കൊലപാതകത്തിന് സാക്ഷിയാവുന്നു. തുടർന്ന് ആ ബാറിൽ അവർ കുടുങ്ങി പോകുന്നു. ശേഷം നടക്കുന്ന കാര്യമാണ് കണ്ടു നോക്കുക. ക്യൂബ്. പരസ്പരം അറിയാത്ത കുറച്ച് പേർ ഒരു ക്യൂബ് പോലെയുള്ള ഒരു പരിപാടിയിൽ കുടുങ്ങി പോകുന്നതാണ്. അവിടെ നിന്ന് അതിജീവിക്കാൻ ശ്രമിക്കുന്നതൊക്കെയാണ് ഈ സിനിമയുടെ കഥ. ടൈംസ്. ഇത് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്പാനിഷ് ത്രില്ലറാണ് ഇത്. ഇതിന്റെ എലമെന്റ് ഞാൻ പറയുന്നില്ല, കാണാത്തവർക്ക് അതൊരു സ്പോയിലർ ആയേക്കാം. ദ പ്ലാറ്റ്ഫോം 2019 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സ്പാനിഷ് ചിത്രമാണിത്. ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ജയിലിൽ കുടുങ്ങി പോകുന്ന കുറച്ചു പേരുടെ കഥയാണ് ചിത്രം പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ്, ഏതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അടുത്തത് ഏത് ലിസ്റ്റ് വേണം എന്നൊക്കെ ഉള്ളത് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഫോളോയും സബ്സ്ക്രൈബും ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.